ഹായ് ഫ്രണ്ട്സ്. ഇപ്പൊ റീസെന്റ് നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലോഡ് എന്ന് പറയുന്നത്. ചാറ്റ് ജിപിടിനെയും ജെമിനിയും ഒക്കെ വിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ക്ലോഡാണ്. അത് മാർക്കറ്റിംഗ് റിസർച്ചിനാണെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ക്ലോഡാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലോഡിനെയാണ്. അത് പെയ്ഡ് വേർഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീ വേർഷൻ ആയിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സ്റ്റേജിലും അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് പെട്ടെന്ന് എക്സീഡ് ആയി പോകുന്നുള്ളതാണ്, അല്ലെങ്കിൽ ടോക്കൺസ് പെട്ടെന്ന് തീർന്നു പോകുന്നുള്ളതാണ്. സോ പലപ്പോഴും നമുക്കിത് ഈ ടോക്കൺസ് തീരാറായോ, നമ്മുടെ ലിമിറ്റ് എക്സീഡ് ആവാറായോ, ഇനി എത്ര സമയത്തിനുള്ളിൽ ഇത് റീസെറ്റ് ആവും എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാവും. കാരണം നമുക്ക് നോർമലി നമ്മൾ കാണുന്ന ഈ ചാറ്റ് വിൻഡോയിൽ അത് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ ഒരു ചെറിയ കുഞ്ഞി എക്സ്റ്റൻഷൻ നമ്മളെ ബ്രൗസറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗിറ്റ്ഹബിലുള്ള ഈ ഒരു ക്ലോഡ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ബ്രൗസറിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഗിറ്റ്ഹബിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഈ ഒരു പേജിലേക്ക് എത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോമിൽ സപ്പോർട്ട് ചെയ്യും, എഡ്ജിൽ സപ്പോർട്ട് ചെയ്യും, ക്രോമിയം, ഇനി ഈവൻ ഫയർഫോക്സിലും നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പം കൂടുതൽ ആളുകളും ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രോം ബ്രൗസർ ഇത് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ താഴേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ക്ലോഡ് കൗണ്ടർ 0.4.2.zip എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ജസ്റ്റ് ഞാൻ ആ ഫയൽ ഇവിടെ സേവ് ചെയ്തു. സോ നിങ്ങൾക്ക് കാണാൻ ഇത് ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ആയി. അതിനുശേഷം ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുക. സോ ഞാനിവിടെ എക്സ്ട്രാക്ട് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. സോ ആ ഫോൾഡർ ഇവിടെ എക്സ്ട്രാക്ട് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ഈ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. എക്സ്റ്റൻഷൻസിൽ മാനേജ് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഡെവലപ്പർ മോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓഫ് ആയിട്ടുണ്ടാവുക. ജസ്റ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ എനേബിൾ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് അൺപാക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എനേബിൾ ആവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഫോൾഡർ നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത ഈ ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക. സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ക്ലോഡ് കൗണ്ടർ എന്ന് പറഞ്ഞ പുതിയൊരു എക്സ്റ്റൻഷൻ ആഡ് ആയതായിട്ട് കാണിക്കും. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മുടെ ക്ലോഡിലേക്ക് വരിക. ജസ്റ്റ് അതൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണില്ലേ, ഇവിടെ നിങ്ങളുടെ ഡെയിലി ലിമിറ്റും ഉണ്ടാവും, വീക്ക്ലി ലിമിറ്റ്, എത്ര നിങ്ങൾക്ക് ഇനി ബാലൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. ഇപ്പം ഞാനിവിടെ ബ്യൂട്ടി പാർലർ മെറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഇവിടെ കണ്ടോ, നമ്മൾ ഈ ചാറ്റ് തുടങ്ങുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നമ്മളെ എക്സീഡ് ആയി ഇങ്ങനെ ഈ ലിമിറ്റ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ബ്ലൂ കളർ ഇങ്ങനെ നീങ്ങി വരും. ഓക്കെ, മാത്രമല്ല നമ്മൾ സെഷൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതും ഇവിടെ കാണിക്കും. 3% ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തു. ഓക്കെ, ഇത് എപ്പോൾ റീസെറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 hours, 4 മണിക്കൂർ. ഇത് ഇപ്പം ഫുള്ളായി കഴിഞ്ഞാൽ, ഇപ്പം ഞാനിത് ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ 55 മിനിറ്റ് ഇതെടുക്കും ഇത് റീസെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലി ലിമിറ്റും ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ വീക്ക്ലി ലിമിറ്റ് കംപ്ലീറ്റ്ലി ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നും നാളെയും കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവാൻ 4 days 22 hours എടുക്കും. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലിമിറ്റ് എപ്പം തീരും എന്നുള്ളതും അത് എത്ര മണിക്കൂർ കൊണ്ട് റീസെറ്റ് ആവുന്നുള്ളൂ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ വീക്ക്ലി ലിമിറ്റിൻ്റെ നമുക്ക് ഈസിലി ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഫയർഫോക്സ് ആണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഫയർഫോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ അത് ഡ്രാഗ് ചെയ്തിട്ട് ആ ഫയർഫോക്സിന്റെ വിൻഡോയിലേക്ക് അവിടെ ഇടുക. ഓട്ടോമാറ്റിക്കലി അത് അവിടെ ആഡ് ആയിക്കോളും. എഡ്ജിലാണെങ്കിലും ക്രോമിയത്തിലാണെങ്കിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. സോ ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലോഡ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.